ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നുമല്ല. രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും പഴമാണ്. കാരണം രാവിലെ ഇന്ന് കുറച്ച് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് നമ്മളിന്ന് നല്ല അടിപൊളി മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉപ്പ ഒക്കെ ഫുഡ് കഴിച്ചു. അതിന് ശേഷം ഇനിയിപ്പോൾ മുട്ട ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാൻ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം മുട്ട പുഴുങ്ങുന്നത് നമ്മളടുത്തുള്ള കുറച്ച് പായ കുക്കറിലാട്ടോ. നല്ല കുക്കറിൽ ഇവിടെ അങ്ങനെ മുട്ട പുഴുങ്ങാറില്ല. ഇനി അത് അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ടാക്കുന്നതാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക് നമ്മൾ കുക്കറിൽ വിസിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വേഗം മസാല ഉണ്ടാക്കാമല്ലോ. ജസ്റ്റ് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ അത് വേഗം വാടി കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്താ ചിക്കൻ ബിരിയാണി ഒന്നും അല്ലാണ്ട് മുട്ട ബിരിയാണിയുമേ പിടിച്ചതെന്നുള്ളത്. നമ്മളെപ്പോഴും ചിക്കൻ ബിരിയാണി അല്ലേ കഴിക്കില്ല. ഇപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് മുട്ട ബിരിയാണി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ മസാലേൻ്റെ റെസിപ്പീസ് ഒന്നും ഇടാത്തതെന്ന് വെച്ചാൽ നോർമൽ ഒരു തട്ടിക്കൂട്ട് മസാല അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനും ഉമ്മയും കൂടി ആട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കൽ. ഞാൻ ഒറ്റയ്ക്കല്ല. ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അധിക റെസിപ്പീസും എൻ്റെ ഉമ്മ തന്നെ ആട്ടോ ഉണ്ടാക്കൽ. ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യൽ അങ്ങനെ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അങ്ങനെയായി. പിന്നെ അങ്ങനെ അധികം ഫുഡിൻ്റെ പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. ബായ്.